പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് ഇന്നത്തെ മത്സരം നിർണായകമാണ് കേട്ടോ. നിലവിൽ പോയിന്റ് പട്ടികയിൽ 12 കളിയിൽ നിന്നും 12 പോയിൻറ്റോട് കൂടിയിട്ട് 5ാം സ്ഥാനത്താണ് ചെന്നൈ സൂപ്പർ കിങ്സ് നിൽക്കുന്നത്. അതേപോലെ തന്നെ 12 കളിയിൽ നിന്നും 14 പോയിൻറ്റോട് കൂടിയിട്ട് സൺറൈസേഴ്സ് ഹൈദരാബാദ് 3ാം സ്ഥാനത്താണ് കേട്ടോ നിൽക്കുന്നത്. ഈ കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ജയിക്കണേ എന്നുണ്ടെങ്കിൽ നിലവിൽ എന്തായാലും 14 പോയിൻറ്റോട് കൂടിയിട്ട് 4ാം സ്ഥാനത്തേക്ക് വരികയും അടുത്ത മത്സരം കൂടി ജയിക്കണേ എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ പ്ലേ ഓഫ് കളിക്കാനായിട്ട് പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ മത്സരഫലം വേറൊരു രീതിയിൽ തോൽക്കണേ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ദുർബലമായിട്ടായിരിക്കും ചിലപ്പോൾ പ്ലേ ഓഫ് സാധ്യതയിൽ ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അത് മറ്റുള്ള ടീമുകളുടെ വിജയഫലവും മറ്റൊക്കെ കാത്തതിന് ശേഷം മാത്രമായിരിക്കും കേട്ടോ പ്ലേ ഓഫ് സാധ്യതയ്ക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നോക്കണേ എന്നുണ്ടെങ്കിൽ ചെന്നൈയുടെ മുകളിൽ നിൽക്കുന്ന പഞ്ചാബിന് നിലവിൽ ചെന്നൈയേക്കാളും 1 പോയിൻ്റ് കൂടുതലാണ്. അവർക്കാണെങ്കിൽ ഒരു മത്സരം ബാക്കിയുള്ളത് ഇനി ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കൂടെയാണ്. നിലവിൽ ഏറ്റവും ദുർബല ടീമായ ലക്നൗവിൻ്റെ കൂടെയുള്ള മത്സരം എന്തായാലും പഞ്ചാബ് വിജയിക്കുമെന്ന് തന്നെ കരുതാം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 മത്സരങ്ങളും ചെന്നൈ സൂപ്പർ കിങ്സ് ജയിക്കണേ എന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്ലേ ഓഫ് സാധ്യത കൺഫേം ആക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ടീമിൽ ഒരുപാട് അഴിച്ചുപണികൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് കേട്ടോ. നിലവിൽ പരിക്ക് പറ്റിയ എല്ലാവരും തന്നെ തിരിച്ച് ടീമിൽ എത്തിയത് കൊണ്ട് തന്നെ ഡിവാൾഡ് ബ്രവിസ് ആണെങ്കിൽ തന്നെ ടീമിൽ തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ ടീം സ്ക്വാഡ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും അതേപോലെ തന്നെ മിഡിൽ ഓർഡറിൽ കളിക്കുന്ന കാർത്തിക് ശർമ്മയും മറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യുന്നത് എന്തായാലും ചെന്നൈയിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു റിസൾട്ട് ഉണ്ടാവാൻ തന്നെ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കാം. എന്തായാലും ഈ ഒരു മത്സരവും അടുത്തൊരു മത്സരവും ജയിച്ച് ഈസി ആയിട്ട് തന്നെ പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം കേട്ടോ. പക്ഷേ ചെന്നൈയിനെ സംബന്ധിച്ചിടത്തോളം അലട്ടുന്ന ഒരു വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ കൂടിയായിട്ടുള്ള സഞ്ജു സാംസൺ ഫോമാകുന്ന മത്സരങ്ങൾ മാത്രം വിജയിക്കുന്നൊരു ഘട്ടമാണ് നിലവിൽ ഏറ്റവും കൂടുതലും കണ്ടുവരുന്നത്. ഒരു 75% എബോ സഞ്ജുവിനെ ഡിപ്പെൻഡ് ചെയ്ത് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ CSK പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലേ ഓഫ് സാധ്യത കിട്ടിയിരുന്നെങ്കിൽ കൂടി അടുത്തുള്ള മത്സരങ്ങൾ വിജയിക്കുക എന്ന് പറഞ്ഞത് ചെന്നൈയിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ.